ഈ ഉച്ച കഴിഞ്ഞ നല്ല സമയത്ത് ദൈവത്തെ ആരാധിപ്പാൻ ആരോഗ്യത്തോടെ ബലത്തോടെ ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിന് മുൻപിൽ എല്ലാ നാവിൽ നിന്നും സ്തുതി സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗീയ ഞങ്ങളുടെ പിതാവേ, നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവ് താമസിച്ചതിനാൽ സഭായോഗമായി കർത്താവെ ബാസിലും സൗത്ത് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ദൈവജനങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നീ നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്ന? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങൾ സഭയായി ആ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അത് അനുഭവിച്ചറിയുവാൻ ഞാൻ നിൻ്റെ ചിറകിൻ മറവിൽ ഞങ്ങൾക്ക് വസിപ്പാൻ നീ ഇടവരുത്തിയനായ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടുവാൻ നീ അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ചുകളിലൊക്കെ ഇതേ സമയത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം ഉണ്ടാകുവാൻ ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ പാടുമ്പോൾ ഈ ദേശത്തിന് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, ഈ സ്ട്രീറ്റിനൊരു അനുഗ്രഹമായി തീരുവാൻ, ഈ അയൽവാസികൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ആത്മീയമായ ഭൗതികമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലുകളെ ഇന്ന് സന്ധ്യാസമയം കാണുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രഗീതങ്ങൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ.
യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി, വരുന്നിതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി, വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനാ. ദൈവകോപതീയിൽ വന്നെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപതീയിൽ വന്നെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരാകിലരും ഒരുപോലുറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരാകിലരും ഒരുപോലുറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ
ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. 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 ഹല്ലേലൂയ 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 അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ സഭായോഗത്തിന്റെ ആരംഭ സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പാടിയതുപോലെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവാൻ നമ്മുടെ നാവുകൾക്ക് ബലം തരുവാൻ Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 25-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് 25, 25-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് 25. സങ്കീർത്തനങ്ങൾ 25. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു.
നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുത്. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലുത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ തന്നെ വിടുവിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദോഷത്തോടെ എന്നെ ദോഷിക്കുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അല്പസമയം കരങ്ങൾ ഉയർത്തി. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കാതെ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ദേശത്ത് അത്ഭുതകരമായി അതിശയമായി ദൈവം നമ്മളെ വഴി നടത്തിയതോർത്ത് അല്പസമയം വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. അല്പസമയം ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചാട്ടെ. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. എല്ലാ നാവിൽ നിന്നും അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്തുതി സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ. ആരും മൗനമായിരിക്കാതെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ആലയത്തിൽ മഞ്ഞുപോലെ പെയ്തിറങ്ങുവാൻ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ ദൈവം ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. ചേർന്ന് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് പ്രത്യാശയെന്തിനം, വേണ്ട ദുഃഖം തല്ലുമേ. ഉണ്ട് പ്രത്യാശയെന്തിനം, കർത്തൻ കാഹളനാദത്തിൽ ചേർന്ന് പാടി ദൈവത്തെ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേണ്ട ദുഃഖം തല്ലുമേ, ഉണ്ട് പ്രത്യാശയെന്തിനം, വേണ്ട ദുഃഖം തല്ലുമേ. ഉണ്ട് പ്രത്യാശയെന്തിനം, കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ
നാമിനി വിൺദേഹം പൂകിടുമെന്ന് വിൺദേഹമേകിടുമെന്ന് വിൺദേഹം പൂകിടുമെന്ന് വിൺദേഹം ഏകിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ഗേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശു രക്ഷക ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശു രക്ഷക എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നു
പകർന്നു തന്നു നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും പാണിയല്ല വേദന, നാശത്തിനായൊരൻ രക്ഷയ്ക്കാൻ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും പാണിയല്ല വേദന, നാശത്തിനായൊരൻ രക്ഷയ്ക്കാൻ ആശിച്ചതല്ലയോ ആരോദനം. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ആഴമേറിയ ഹല്ലേലൂയ ആ ഗാനത്തിൻ്റെ വരികൾ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്ന് ഹല്ലേലൂയ നമ്മളെ ഇതുവരെയും കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തള്ളിക്കളഞ്ഞ ഒരു യേശുവിനെ അല്ല ഞാൻ നിങ്ങളും ഇന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ യൂദയെ അവന്റെ കാലുവരെ കഴുകി ചേർത്ത് നിർത്തിയ ഒരു ദൈവ സ്നേഹത്തിന്റെ മുൻപിലാ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും വന്ന് നിൽക്കുന്നത്. തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഹല്ലേലൂയ ജയിപ്പിച്ച് അവനെ തേടി ആ തിബരിയോസ് കടലിന്റെ അരികിൽ ചെന്ന് ചൂടുള്ള അപ്പവും കുളിരിനായി ചൂടും പകർന്ന് അവനെ ജയിപ്പിച്ച് നിത്യനിരത്തിപ്പിക്കാൻ കഴിവുള്ള ദൈവ സ്നേഹത്തിന്റെ മുൻപിൽ എനിക്ക് നിങ്ങൾക്കും മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ പാടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ എത്ര ദൂരം നീ പോയാലും നിന്നെ തേടി വരുന്ന ഒരു സ്നേഹം. പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. ഹൃദയേ വർദ്ധിപ്പാൻ അസാധ്യമേ അത്. കൃപയേ വർദ്ധിപ്പാൻ അസാധ്യമേ അത്.
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ ദയയാ ദയയാ നിത്യദയയാ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകടി വാഹിക്കും പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ നീ യേശു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ
തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. സംഗീതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അമ്മേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഗീതം ചെയ്തോനാം നിൻ സുതനെ പോലെ നിൻഗീതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാൻ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ.
എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നു ഞാൻ ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവനുള്ള കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ആത്മസമർപ്പണത്തോടെ തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഞാൻ അവനുള്ള കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഹല്ലേലൂയ. ശത്രു എത്ര കൊടുങ്കാറ്റടിച്ചു വിട്ടാലും, ഹല്ലേലൂയ, എത്ര പ്രതികൂലം അഴിച്ചിട്ടാലും ഞാൻ അവനുള്ള കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാജൻ ചാരിപ്പ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചെറിയ കൂട്ടമായി തിരിച്ചെന്നെ വരുവാൻ, മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായ, ദയക്കായ, സ്നേഹത്തിനായ, കൃപയ്ക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിനും യോഗ്യരില്ല എങ്കിലും അപ്പാപിതാവിനെ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുന്ന ദാസന് വേണ്ടി പറഞ്ഞത് ഏതാത്മാവിൽ വചനം എഴുതി അതേ ആത്മാവിൽ ഘോഷിപ്പാൻ തക്കണം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന മക്കൾക്ക് അത് ഗ്രഹിപ്പാൻ തക്കണം കൃപ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ഓ, ഈ ദേശത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ദേശത്തിന് വിടുതലുണ്ട് പ്രാർത്ഥിക്കുന്നു. ദേശം ക്രിസ്തുവിലെ തിരിയാൻ തക്കണം സഹായിക്കണേ. കിങ് സ്റ്റാർസ് തേർഡ് തൊട്ട് താഴോട്ട് അധികാരത്തിരിക്കുന്ന എല്ലാവരും യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയാൻ തക്കണം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിനെ കുരുടാക്കിക്കുന്ന ആ വെയിലൊന്ന് മാറ്റി ക്രിസ്തു ആരാന്ന് അറിയാൻ തക്കണം വലിയൊരു റിവൈവൽ ദേശത്തുണ്ടാകും ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ദേശത്തിന് ഇടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രത്യേകിച്ച് ബാസുലിന്റെ പ്രദേശത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അനേക മലയാളി കുടുംബങ്ങളുണ്ടപ്പാ, പാരമ്പര്യക്കെട്ടിൽ അകപ്പെട്ട് ജീവിച്ച് ദൈവത്തെ യഥാർത്ഥമായി അറിയാതെ ലോകത്തിന് മോഹങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ ഇടിയുള്ള പ്രാർത്ഥിക്കുകയാണ്. അവർ ക്രിസ്തു മേഖലയെ തിരിയാൻ തക്കണം സഹായിക്കണേ. ഓ, ക്രിസ്തു ആരാന്ന് അറിയാൻ തക്കണം. ഓ, അവരെ ക്രിസ്തുവിനെ അറിയാൻ തക്കണം വഴിയൊരുക്കണം പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ, ദൈവത്തേക്ക് അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ മേശ ഒരുക്കിയിട്ടുണ്ടല്ലോ. 2025 വർഷങ്ങൾക്ക് മുമ്പ് നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് വേണ്ടി കരുതിയ ആ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനൊക്കെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കുറച്ച് സമയം കൂടി തിരിച്ചു മഹത്വം തിരുമേനി എടുത്താട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച പൊന്നേശുവിൻ്റെ നാമത്തിൽ അടിയൻ്റെ പ്രാർത്ഥന നീ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ ആലയത്തിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ പാടിയതുപോലെ ദൈവത്തിൻ്റെ ചിറകിൻ മറവിൽ ഒരു ദോഷവും തട്ടാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ തിരുമേശയുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ പ്രാർത്ഥനയിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച അതേ വേദഭാഗത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇവിടെ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം: ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. As we can read in Luke chapter 11 verses 4, forgive us our sins, for we also forgive everyone who sins against us, and lead us not into temptation. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ഭാഗമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ചിന്തിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. As you all know, last time when pastor was here, we meditated on this verse. ഹല്ലേലൂയ. യേശുവിൻ്റെ 72 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ വന്ന് യേശുവിനോട് പറയുകയാണ്, യോഹന്നാൻ തന്നെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. One of the 72 disciples came to Jesus and told him,
teach us the way we should pray, as John has taught us. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പ്രാർത്ഥനയുടെ അവസാനം യേശു തീർത്ത 2 പദപ്രയോഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. Today's topic of thought is the last 2 verses that Jesus told. ആ പ്രാർത്ഥനയുടെ അവസാനം യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്കൽ ഞങ്ങളെ വിടുവിക്കണമേ. We can see over here that Jesus is saying, lead us not into temptation, and also forgive our sins and help us to forgive those who are sinning against us. നിങ്ങൾ നോക്കൂ, 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ് യേശു ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. We can see in the chapter 11 verses 13 Jesus is concluding over there. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. It says over here, if you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give the Holy Spirit to those who ask him. ഈ വളരെ വേഗത്തിൽ ഇതിന്റെ ആത്മീയ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ പ്രാർത്ഥനയിൽ ശരണപ്പെടുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. We are seeking your prayers to engage in this verse over here. നിങ്ങളുടെ മുൻപിൽ ഒരുവൻ ശുശ്രൂഷിക്കുമ്പോൾ, ഒരുവൻ പാടുമ്പോൾ, ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ആ ശുശ്രൂഷൻ ഒരു തീയിലൂടെ കടന്നു പോയെന്നുള്ളതാണ്. When someone is praying over here, when someone is preaching over here, or someone is singing, if any of those has touched you, that means the fire is over here. നിങ്ങൾ നോക്കൂ, ഒരു പരീക്ഷ ഇല്ലാതെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. Without a temptation, you cannot see who you really are. യേശുവിന്റെ ശിഷ്യൻ വന്ന് പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ്. The disciple over here is saying that teach us how we should pray. യേശു പറഞ്ഞെങ്കിൽ ആ പഠനത്തിന്റെ അവസാനം നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ട് എന്ന് പറയുകയാണ്. Over here Jesus is saying that at the end you have a temptation. അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്കൽ ഞങ്ങളെ വിടുവിക്കണമേ. Over here it's saying that please protect us from the evil and please do not lead us into temptation. നിങ്ങൾ നോക്കൂ, ആ പദപ്രയോഗങ്ങൾക്ക് തന്നെ വലിയ അർത്ഥമുണ്ട്. Even those terms have a great meaning. ഹല്ലേലൂയ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്കൽ ഞങ്ങളെ വിടുവിക്കണമേ. Here it says that please protect us from the devil and please do not lead us into the temptation. ടെംപ്റ്റേഷൻ ഉള്ള വാക്കിന് ഒരു വിശകലനമോ ഒരു വിശദീകരണമോ എനിക്കോ നിങ്ങൾക്കോ ആവശ്യമില്ല. None of us need an explanation to the term temptation. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് തുടർന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ആഴമേറിയ മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. We pray that when you think deeply into this term, the Holy Spirit will enable you to think more deeply into this. യേശു തന്റെ ശിഷ്യന്മാരെ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്ന അർദ്ധരാത്രികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി പകർന്നു കൊടുക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. With this prayer Jesus is equipping them to pray in power. ഹല്ലേലൂയ. പരീക്ഷയിൽ കടത്തരുത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് പരീക്ഷ ഇല്ല എന്ന്. When we read that lead us not into temptation, we might think that we don't have temptations. പ്രാർത്ഥിച്ച യേശു പോലും പരീക്ഷിക്കപ്പെട്ടതായി 40 ദിവസം ഉപവസിച്ച ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. We can see in the Bible that when Jesus prayed for 40 days with fasting, even he was tempted. യേശു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ കഷ്ടങ്ങളെ ജയിച്ചെന്നല്ല, ഞാൻ ലോകത്തെ ജയിച്ചു. We can see that Jesus is saying that in this world you have temptations and tests, but he's not saying that he has won over the test, but he has won over the whole world. നിങ്ങൾ നോക്കൂ, ഭാഷാ പ്രയോഗത്തിൽ അത് അങ്ങനല്ല എഴുതേണ്ടത്. When it's getting translated, it's not how it should be written. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ കഷ്ടത്തെ ജയിച്ചെന്ന് എഴുതേണ്ടത്. If you have problems, it should be written that he has won over the problems. പക്ഷെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ കഷ്ടങ്ങളെയല്ല ഞാൻ ജയിച്ചു, ഞാൻ ഈ ലോകത്തെ തന്നെ ജയിച്ചു. But Jesus is saying that I not only overcame the test, but I overcame the world. അതിന്റെ ഉറവിടമാകുന്ന ആ ലോകത്തെ എനിക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും അതിനെ ജയിക്കാൻ കഴിയും. Jesus is saying over here that if the main source, which is the whole world itself, if I have overcome that, then you can overcome that as well. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. Jesus is saying that if you tie on the earth, it will be tied on the heaven. If you loose in the earth, it will be loosened in the heaven. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. We should always remember one thing. എൻ്റെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. It's not by might or nor your power you can do this. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അത്രയധികം കൊടുക്കും. Here he is saying that if you then, though you are evil, know how to give good gifts to your children, how much more will the Father in heaven give the Holy Spirit to those who ask him? നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വാക്യം ഇന്നത്തെ ചിന്താ വിഷയത്തിന് വേണ്ടി ഇവിടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. While I was meditating in the Lord's word, this is one of the verses that the Holy Spirit has shown me. 125 സങ്കീർത്തനത്തിന്റെ 2-3 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. In Psalms 125 verses 2 and 3. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. The mountains are round about Jerusalem. So the Lord is round about this people from henceforth even forever. അടുത്ത പദപ്രയോഗം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. Let's concentrate on the next verse. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് The rod of the wicked shall not rest. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല. The scepter of the wicked will not remain over the land allotted to the righteous, for then the righteous might use their hands to do evil. സങ്കീർത്തനക്കാരൻ പറയുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. The psalmist here is saying that as the mountains surround Jerusalem, so the Lord surrounds his people both now and forevermore. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേലിരിക്കുകയില്ല. The scepter of the wicked will not remain over the land allotted to the righteous. നിങ്ങൾ നോക്കൂ, ലൂക്കോസ് 11 അധ്യായത്തിൽ നമ്മൾ പരീക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോഴും അവിടെയും ദുഷ്ടനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു. When we are looking into Luke chapter 11, we can see about the evil one that's mentioned over there. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു അഭിഷക്തൻ സങ്കീർത്തനം എഴുതിയപ്പോൾ അവിടെയും എഴുതി, സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. When the psalmist here filled in the Holy Spirit is writing these psalms, he is also writing that even the scepter of the wicked will not remain over the land allotted to the righteous. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പരീക്ഷയും ദുഷ്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. Here we can understand that there is a relationship between the evil one and the temptations. നമ്മൾ ചിന്തിച്ചതുപോലെ യേശു പറഞ്ഞത് പരീക്ഷ നിങ്ങൾക്കില്ലെന്നല്ല അതിന്റെ അർത്ഥം. As Jesus said here, it's not meaning that you do not have temptations or tests. നിങ്ങൾ ഒരു വേദനയിലൂടെ, ഒരു പ്രയാസത്തിലൂടെ, ഒരു ഭാരത്തിലൂടെ, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിൽ ദുഷ്ടൻ വന്ന് കടന്ന് നിങ്ങളെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അവിടെ ദുഷ്ടൻ പ്രവേശിക്കാതിരിക്കാൻ പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. When you're going through some problems or temptations or tests, that's when the evil one comes and sows its seeds. That's when Jesus is saying that as the mountains surround the Jerusalem, so the Lord surrounds his people. നിങ്ങൾ നോക്കൂ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വാക്യങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. In the Bible we can see that one verse is supporting the other in this entire Bible. നിങ്ങൾ നോക്കൂ, സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടത് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേലിരിക്കുക. Here we can see that in Psalms it says that the scepter of the wicked will not remain over the land allotted to the righteous. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു അവകാശമുണ്ടെങ്കിൽ അതിന് നോട്ടമിട്ടിരിക്കുന്ന ഒരു ദുഷ്ടനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുകയാണ് ഈ പകൽ. The Holy Spirit is telling us that if you have a treasure, if you have something that you are keeping as a treasure, then there is a devil that is keeping an eye on it. നിങ്ങൾ നോക്കൂ, ഒരു അനുഗ്രഹം, ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് നിസ്സാരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വരത്തില്ല. If there is a promise that is going to come to you, it's not going to come to you easily. യേശുവിന്റെ ശിഷ്യൻ പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന്. The disciples are asking Jesus, teach us how to pray. നിങ്ങൾ അപ്പോൾ ഓർക്ക് നമ്മുടെ ആവശ്യമൊക്കെ
വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നത്. Here we can see that even before we pray, even before we ask, God already knows our problems. എന്നാ പിന്നെ ദൈവത്തിന് ഇങ്ങനെ നൽകി തന്നാൽ പോരെ, നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമായിരിക്കും. Then we might think sometimes that then why is not God giving us already? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയുടെ കറൻസി പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. Suppose one of you has got 10 pounds in your hand. ആ കറൻസിക്ക് ഒരു വെറും കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. And that currency only has got the worth of a simple paper. പക്ഷെങ്കിൽ ആ 10 രൂപയ്ക്ക് വില വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആ 10 രൂപയ്ക്ക് തുല്യമായ സ്വർണം അവരുടെ ബാങ്കിൽ സൂക്ഷിക്കുമ്പോഴാണ് ആ രൂപയ്ക്ക് വില വരുന്നത്. And that paper becomes valuable when the Bank of England keeps the treasure in their bank equal to that money. നമ്മൾ ആ 10 രൂപ പോലെ എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും അത് ഒരു പക്ഷെങ്കിൽ തൽക്കാലമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് എവിടെയെങ്കിലും പിടിക്കപ്പെടും. No matter how many duplicates we make of that currency, but at one point you will be caught. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നാളുകളിൽ നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യാചന സ്വഭാവം ഒരു ദൈവത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. If you want your treasures to be in your hand, if you want to reach your promises tomorrow, you have to submit yourself to the hands of the Lord. നിങ്ങളുടെ തലമുറ നിങ്ങളുടെ വാഗ്ദത്തമാണ്. Your offsprings are your promises for tomorrow. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Your health is a promise from God. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മറുപടിയാണ്. Every single promise that you are experiencing now is a promise from God. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അതിന്റെ മേൽ ദുഷ്ടന്റെ ആലോചനകളും ഹല്ലേലൂയ അതിന്റെ ഇരുളിന്റെ ശക്തികളും അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. Sometimes we forget that even when we are experiencing the blessings, the evil one is always acting behind the scenes. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശം. The psalmist here is saying that for then the righteous might use their hands to do evil, the scepter of the wicked will not remain over the land of allotted to the righteous. നിങ്ങൾ യോബിനെ ശ്രദ്ധിച്ചു നോക്കൂ. Shall we look into Job? ഹല്ലേലൂയ. യോബ് അബ്രഹാമിന്റെ കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. Job is someone who lived in the time of Abraham. അവനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കഷ്ടതയില്ല എന്ന് പറയുകയാണെങ്കിൽ യോബിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ ആവശ്യമില്ലായിരുന്നു. If we had to learn that we won't have any problems, then we wouldn't have had Job's book in the Bible. നിങ്ങൾ നോക്കൂ, യോബിന്റെ ആ ചരിത്ര സംഭവം നമുക്ക് വളരെ സുപരിചിതമാണ്. We all know about the history of Job here. പക്ഷേ യോബിന്റെ ഒന്നാം പുസ്തകത്തിൽ, യോബിന്റെ ഹല്ലേലൂയ ഒന്നാം പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. We can read in Job chapter 1 verses 10. ഹല്ലേലൂയ. യോബ്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? Have you not put a hedge around him and his household and everything he has? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. You have blessed the work of his hands. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. So that his flocks and herds are spread throughout the land. തൃക്കൈ നീട്ടി നീ അവനുള്ളതൊക്കെ ഒന്ന് തൊടുക. But now stretch out your hand and strike everything he has. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. And he will surely curse you to your face. നിങ്ങൾ നോക്കി, ഇത് സാത്താൻ ദൈവത്തോട് വാദിക്കുന്ന ഒരു വാദപ്രതിവാദത്തിന്റെ ഭാഗമാണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. We can see here that the Satan is having a conversation with the Lord. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഇത് പ്രവേശിക്കാൻ വളരെ പ്രയാസമാണ്. When we talk about these things, it's very difficult to get it engaged in our hearts. യേശുവിന്റെ ഒരു ശിഷ്യൻ യേശുവിനോട് എന്ന് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. One of the disciples of Jesus went to Jesus and said, teach us how to pray. എൻ്റെ വേദപുസ്തക പഠനത്തിൽ പറയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. One of the greatest ministry in Bible is to pray. പ്രസംഗമല്ല ഏറ്റവും വലിയ ശുശ്രൂഷ. Preaching is not the biggest ministry.
പാട്ടല്ല ഏറ്റവും വലിയ ശുശ്രൂഷ. Singing is not the greatest of the ministries. പക്ഷെ നിനക്ക് ഇടിവിൽ നിന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് കുറിച്ചു വെക്കും. If you have the tendency to stand in midst of God and people and pray for your husband, your wife, or your children, or this nation itself, God is going to count that into his account. നിങ്ങൾ നോക്കണം, ഉസ് എന്ന ദേശത്ത് യോബിനെ പോലെ അനേകർ ജീവിച്ചിരുന്നു. We can see here that in the land of Uz, it was not only Job who was living there, there were many other people who were there. പക്ഷെ അവരുടെ ആരുടെയും ഒരു വിഷയത്തിന് മേലും ശത്രുവിന്റെ ദൃഷ്ടി പതിച്ചില്ല. But none of their things were looked unto by the devil. നിങ്ങൾ നോക്കൂ, യോബിനെ കുറിച്ച് ആ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്യമാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. The last verse that's been told in this book is our thought today. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. We can see in Job chapter 42 verses 10. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. After Job had prayed for his friends, the Lord restored his fortunes and gave him twice as much as he had before. ഹല്ലേലൂയ. യോബ് പ്രാർത്ഥിച്ചപ്പം അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. When Job prayed, there was a change in his situation. യോബ് പ്രസംഗിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നല്ല. It doesn't say that when he preached, his situation was changed. യോബ് പാടിയപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നല്ല. It doesn't say that when Job sang, that's when his situation changed. യോബ് പ്രാർത്ഥിച്ചപ്പോൾ When Job prayed, ദൈവം അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. God changed his situation. ഇന്ന് നിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന പകലാ കുഞ്ഞേ. This is a day when you are capturing your promises. നിന്റെ കണ്ണു തുറക്കാതെ ദുഷ്ടൻ ചില വാഗ്ദത്തങ്ങൾ നിന്റെ മുൻപിൽ കൊട്ടിയടച്ചിരിക്കുക. The devil has closed your eyes so that you are not able to see the blessings in front ചില of you. സഹോദരിമാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കുക. The Holy Spirit is speaking to you, sisters. നിന്റെ വാഗ്ദത്തങ്ങൾ നീ ഇതുവരെ കണ്ടിട്ടില്ല. You have not seen your blessings yet. നിന്റെ നന്മകൾ നീ ഇതുവരെ കണ്ടിട്ടില്ല. You haven't seen your promises yet. ഹല്ലേലൂയ. ദേശത്തെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുക. God has opened the door so that you can experience the blessings in this nation. നിന്റെ ജോലിയിൽ ചില നന്മകൾ ദൈവം തരുവാൻ ആഗ്രഹിക്കുക. God wants to bless you in your job field. നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവം ചില നന്മകൾ തരുവാൻ ആഗ്രഹിക്കുക. God wants to bless you in your education field. നിന്റെ തലമുറയുടെ വിഷയത്തിൽ ചില നന്മകൾ ഹല്ലേലൂയ ദൈവം തുറന്ന് നിന്റെ കൈകൊണ്ട് തരിക. God is going to open doors and bless your kids. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ ഇത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. But only the one who is praying can experience this. പ്രസംഗിക്കുന്നവന് സാത്താൻ ഒട്ടും പേടിയില്ല. Whoever is preaching, the devil is not afraid of him. ആർക്കും പ്രസംഗിക്കാൻ പേടിയില്ല. The devil is not afraid of who is singing. പാടുന്ന ഒത്തിരി പേര് ലോകത്തുണ്ട്. So many people can sing. പക്ഷേ പ്രാർത്ഥനയോട് ഇത് ചെയ്യുന്ന ഒരുവൻ ദേശത്തുണ്ടെങ്കിൽ, But if there is someone who Come can on, church. pray, പ്രാർത്ഥനയോട് ഇത് ചെയ്യുന്ന ഒരുവൻ ബാസിലുണ്ടെങ്കിൽ, if there is someone who can pray in this Basildon, ഈ ദേശത്തെ ചലിപ്പിക്കാൻ ഒരു പ്രവചനത്തിന്റെ ശക്തി ചില സഹോദരിമാരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരും. God is going to equip the sisters with the prophecy in this church. നിനക്ക് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, If you have the power to pray to the നിനക്ക് Lord, കരയാൻ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, if you have the anointing കരങ്ങൾ to അടിച്ച് cry, ആ വാഗ്ദത്തത്തെ ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. shall we clap our hands and equip ourselves with this റബനദരഗന blessing? റീബാലബ ജുരപ്രഭദനരഗന ഷാദല റിഗന റുബ ദുരപ്രഭദനരഗന. ഈ സ്ട്രീറ്റിൽ നീ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ, When you're standing in midst with the prayer, ഈ സ്ട്രീറ്റിൽ നീ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ, when you're standing in the streets with prayers, ഹല്ലേലൂയ, അനേകർക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ഈ ദേശത്ത് ദൈവം ചെയ്യിപ്പിക്കും. God is going to make use of your children to do something that no one else could do. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. Shall we praise the Lord for this? ഇവിടൊക്കെ നിന്ന് എനിക്ക് നന്നായിട്ട് ആരാധിക്കണമെന്നുണ്ട്. We all want to pray here, പക്ഷെങ്കിൽ തിരുമേശ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. but we are going fast because we have the Lord's table before പാടുന്ന us. ഒത്തിരി പേരുണ്ട്, ഹല്ലേലൂയ, പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. We have so many people who can sing and preach. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്റെ മുൻപിൽ ഈ ദേശം ചലിക്കും. But if you are going to pray, this nation is going to move in midst of us. ഇത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. You have to believe it with your eyes closed. നിങ്ങൾ നോക്ക്, എഫെസോസിൽ
എഫെസോസിന് വേണ്ടി പൗലോസ് ലേഖനം എഴുതുക, എഫെസ്യർക്ക് വേണ്ടി. Paul is writing the letter to Ephesus. നിങ്ങൾ നോക്ക്, എഫെസോസ് എന്ന് പറഞ്ഞ അർത്തിമേസ് ദേവിയുടെ കീഴിലിരിക്കുന്ന ഒരു പട്ടണമാണ്. It is a town that's under the Artemis goddess. നിങ്ങൾ ഗൂഗിളിൽ പോയി നിങ്ങൾ എഫെസോസ് എന്ന പട്ടണത്തെ കുറിച്ച് ഇന്നും ഹല്ലേലൂയ പറയുമ്പോൾ ഈ അർത്തിമേസ് ദേവിയുടെ കഥയൊക്കെ കയറി വരുന്നത്. If you're searching in the Google about Ephesus, the stories of this goddess is going to come up. അവിടെയുള്ള സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. When Paul is writing the letter to Ephesus, he is asking God so that your eyes might be open. നിങ്ങൾക്ക് അറിയാമോ, ആ സഭ ആ ദേശത്തെ പിടിച്ചടക്കി. That church has captured the entire nation there. ഓ, ഈ ചരിത്രം പറയുന്നു, എഫെസോസിന്റെ ഹല്ലേലൂയ സമൂഹത്തിന്റെ പാപങ്ങൾ ഹല്ലേലൂയ അവർ തച്ചുടച്ചു കളഞ്ഞു. We can see in the history that they have changed how the people used to live their lives over there. ഹല്ലേലൂയ ചരിത്രം ഇന്നും അവിടെ ആ സ്ഥാനങ്ങളൊക്കെ ഇന്നും ഹല്ലേലൂയ യുനെസ്കോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. The UNESCO has kept all those histories safely over there. നിങ്ങൾ നോക്കണം, അർത്തിമേസ് ദേവിയുടെ ദേവാലയം ഇടുന്നിടത്ത് പൗലോസും എഫെസോസ് സഭയും ക്രിസ്തീയ സഭ പണിതെങ്കിൽ ഈ ബാസിലിൽ അത് ചെയ്യുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കും. If Paul and Ephesus church could do what where the goddess of the Artemis was sitting and they established a church over there, then God is going to use every one of you to establish a church in Basildon. പ്രാർത്ഥിക്കുന്ന യോബിന്റെ മുൻപിൽ സ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി. When Job prayed, the situation started changing for him. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ബലം കൊണ്ടോ നമ്മൾ എത്ര തുഴഞ്ഞാലും ഈ വഞ്ചി മുന്നോട്ട് പോകത്തില്ല. Even despite we having so many certificates or our capabilities, this boat is not going to go ahead because of our might. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. You won't be able to go ahead without the support of Holy Spirit. യേശു പറഞ്ഞു, പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Jesus is saying that whoever asks unto the Lord, he is going to give so much more of Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചിലരെ തൊട്ട് സംസാരിക്കുക. The Holy Spirit is touching you people and speaking this. നിന്റെ തലമുറ ഈ ദേശത്ത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ, If you want your children to be used in this nation, ഈ ദേശത്തെ നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ, if you want to experience the blessing in this nation, നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ ഒരു നന്മയുടെ വാതിൽ ദൈവം തുറന്നു വരിക. the God is opening a door in your job places. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കുക. For your children, God is opening doors for you. നിന്റെ ഭവനത്തിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വാതിലുകൾ തുറന്നിടുക. God is opening doors for the matters of your house. നിന്റെ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വാതിലുകൾ തുറക്കുക. God is opening doors for your earnings. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. We should always remember one thing. നിങ്ങൾ യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ, when you learn about Job, സാത്താൻ ചെന്ന് യോബിനോട് ദൈവത്തോട് പറയുകയാണ്, Satan is going to God and saying this, നീ അവനുള്ളതെല്ലാം തൃക്കൈ തൊട്ടൊന്ന് തൊട്ടാൽ, if you touch everything that he has, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. he is going to curse you in your face. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. You should understand one thing. യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. Jesus is teaching his disciples, ഹല്ലേലൂയ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. please protect us from the evil. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്. Please not lead us into the temptations. യാക്കോബ് പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്. Jacob says that the God does not test us with temptations. നിങ്ങൾക്ക് കഴിയാൻ വയ്യാത്ത ഒരു പരീക്ഷയിലൂടെ ദൈവം നിങ്ങളെ ഒരിക്കലും കടത്തിവിടത്തില്ല. He won't lead you into any problems that you cannot survive. നിങ്ങൾ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പോലും അറിയാതെ ഒരു കൃപയും കൂടെ അവിടെ പെയ്തിറക്കി തരുന്നതിനാണ്. When you go through the difficult situations, the Holy Spirit is going to give you the grace to go through that situation. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ വളരെ വ്യക്തമായി തൊട്ട് സംസാരിക്കുക. The Holy Spirit is touching all of you who are sitting here. നിങ്ങൾക്ക് കഴിയാൻ വയ്യാത്ത ഒരു പരീക്ഷയും ദൈവം നിങ്ങൾക്ക് അനുവദിക്കത്തില്ല. God is not going to give you any such problems that you cannot survive through. പക്ഷേ ഇതിന്റെ
പുറകിലെ ഇരുളിന്റെ ശക്തികൾ നിങ്ങൾ തിരിച്ചറിയണം. But you need to realize the Satan working behind these scenes. എഫെസോസിലുള്ള ദൈവജനത്തോട് റോമ കാരാഗൃഹത്തിൽ ഇരുന്ന് പൗലോസ് ലേഖനം എഴുതുകയാണ്. Paul is writing the letter to the Ephesus church sitting in the prison. ക്രിസ്തു എന്ന മർമ്മം നിങ്ങൾ തിരിച്ചറിയണം. You need to realize who is Christ. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങൾക്ക് നൽകി തരുവാൻ ഒരു ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. You need to realize that there is a power that's going within you, that's more than, that gives you more than what you ask and what you think of before. അത് കാണാൻ ദുഷ്ടൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കത്തില്ല. The devil will not let you open your eyes to see those things. നിങ്ങൾ നോക്കൂ, യോബിന്റെ അവകാശവാദങ്ങളെല്ലാം ദൈവമല്ല പൊളിച്ചത്, യോബാണ് പൊളിച്ചത്. All what he had, it's not God who broke everything, but it was Job. യോബ് പറയുന്നത്, ദുഷ്ടൻ പറയുന്നത്, നീ അവന്റെ വേലി, നീ അവന് ചുറ്റും വേലി കൂട്ടി സൂക്ഷിച്ചിരിക്കുന്നു. The Satan here is saying that you have kept a hedge around him. നിങ്ങൾ നോക്കൂ, സാത്താൻ ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് ഓടി യോബിന്റെ അടുത്തേക്ക് ഓടിച്ചു. Satan took permission from the Lord and he went straight to Job. പക്ഷെങ്കിൽ സാത്താന് യോബിനെ തൊടുവാൻ കഴിഞ്ഞില്ല. But Satan could not touch Job. യോബ് പോലും കാണാത്ത ഒരു വേലി ദൈവം യോബിന് ചുറ്റും സൂക്ഷിച്ചിരുന്നു. There was a hedge that even Job could not see that was surrounding him. നീ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ, When you're going through a temptation, നിന്റെ ജോലിയിൽ ഒരു വേദന നീ അനുഭവിക്കുമ്പോൾ, when you're experiencing a painful നിന്റെ circumstance in ഭവനത്തിൽ your നീ ഒരു job, വേദന when അനുഭവിക്കുമ്പോൾ, you're experiencing painful situation എല്ലാം in your നശിച്ചു home, എന്ന് തോന്നുമ്പോൾ, when you think that everything is gone, നിങ്ങൾ അറിയാത്തൊരു വേലി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. you have a hedge around you that even you do not know. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്, The psalmist here is saying that പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ as the mountains are surrounding the Jerusalem, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. God is going to surround you now and forever. നിങ്ങൾ നോക്കൂ, സാത്താൻ ഈ വേലി കണ്ടിട്ട് തിരിച്ച് ദൈവത്തിന്റെ അടുത്ത് വന്നു. When he saw the hedge around Job, he came back to God. എന്നിട്ട് അവകാശപ്പെടുന്നതാണ് നമ്മൾ വായിച്ചത്. Then he is asking what we could see here. നീ യോബിനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ല. You have kept a hedge around everything Job has. നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. You have blessed his works. നീ അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. His flocks and herds have spread throughout the land. രണ്ടാം വാക്യം 4-ാം അധ്യായത്തിൽ സാത്താൻ പറയുന്നു, ഹല്ലേലൂയ, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും ജീവന് പകരം കൊടുത്തു കളയും. We can see in Job chapter 4 that you give everything to ത്വക്കിന് പകരം ത്വക്ക്, സ്കിൻ. instead of skin you give skin. നിങ്ങൾ നോക്കൂ, ആദ്യം In the beginning സാത്താൻ പറഞ്ഞത് അവനുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞാൽ അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയും. in the start Satan said that if you take everything away from him, he is going to look at your face and curse. ഇനിയുള്ള അല്പസമയം നമ്മൾ ശുശ്രൂഷ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ദൈവവചനം ശ്രവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥനയോട് അപേക്ഷിക്കുക. We are going to request you to pay attention over here as we are coming closer to the Lord's table. നിങ്ങൾക്കിത് മനസ്സിലാകണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാകുകൊണ്ട് ഞങ്ങൾ വളരെ സാവകാശത്തിൽ അടുത്ത ഒരു 5-10 മിനിറ്റ് നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. For the next few minutes, so that even the kids can understand, we are going to go a bit slow. നിങ്ങൾ നോക്കൂ, യോബ് ആദ്യം ചെന്ന് പറയുന്നത്, അവനുള്ള സമ്പത്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളയാമെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി യോബ് തിരിച്ചു പറയും. Firstly, the Satan is going and telling God that if you take away everything that Job possesses, then he is going to look at you and curse you. ദൈവം അതിനനുവദിച്ചു. God let that happen. യോബിന്റെ സകല സമ്പത്ത് നശിച്ചു. Everything that Job had was destroyed. അവനുള്ളത് എല്ലാം നശിച്ചു. Everything that he had was taken away. പക്ഷേ യോബിന് ഒരു ചലനവും സംഭവിച്ചില്ല. But nothing happened to Job. യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, When we read about Job here, ഹല്ലേലൂയ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഹല്ലേലൂയ സമയ ചുരുക്കൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. we're not going to go deeply into the verses that's talking about Job. നിങ്ങൾ നോക്കൂ, ഒന്നാമത് സാത്താൻ വന്ന് യോബിനുള്ള സകല സമ്പത്തും എല്ലാം നശിപ്പിച്ചു. So firstly Satan came and took away everything that Job possessed. പക്ഷെ അന്നേരം യോബ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Even then Job was praying at that point. നിങ്ങൾ നോക്കൂ, എല്ലാം നശിച്ചിട്ടും
അല്ലെങ്കിൽ യോബ് പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. Even though everything was taken away from him, he did not stop praying. നിങ്ങൾ പരീക്ഷ എങ്ങനെ ജയിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Here the Holy Spirit is teaching us how to overcome the test. നിങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരോട് ശിഷ്യൻ പറയുന്ന യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ നിങ്ങളെ പഠിപ്പിക്കണം. The disciples are telling Jesus, as John taught his disciples, you teach us how to pray. നിങ്ങൾ നിത്യതയിൽ എത്താൻ നിങ്ങളുടെ പാട്ട് കൊണ്ടോ പ്രസംഗം കൊണ്ടോ നിങ്ങൾക്ക് പറ്റത്തില്ല. You won't be able to reach the eternal life with your songs or your preachings. നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ ശരീരമോ നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങൾ എന്തെങ്കിലും നേടിയെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കണം. If your body or your mind or your soul anything tells you that you have gained something in this world, you need to reconsider that. കാരണം നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. Because we are right now in the process of getting saved. നമ്മൾ എന്തെങ്കിലും നേടി എന്ന് പറയണമെങ്കിൽ നമ്മൾ നിത്യതയിൽ ചെല്ലണം. If we feel or we think that we have gained something, that should be that we will reach the eternal life. നമ്മൾ നിത്യതയിൽ ചെല്ലാതെ നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് അവകാശപ്പെട്ടെങ്കിൽ അതിലെന്തോ പാകപ്പിഴയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. The Holy Spirit is telling us that if you think that we have gained something and that's not leading you to the eternal life, that's not something that you should be. നിങ്ങൾക്ക് ലഭിക്കുന്ന സകല നന്മകളും നിങ്ങൾ ആ നിത്യതയിൽ എത്തുവാൻ ദൈവത്തിന്റെ വേല ഈ ഭൂമിയിൽ ചെയ്യുവാനുള്ള വെറും പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രം. Every blessing that you're getting in this world, that's only the gifts that you're getting just to encourage you to reach the eternal life. കാരണം യോബിന്റെ അത്രയും സമ്പത്തുള്ള ഒരാളും ഇന്ന് ഈ ചർച്ചിലില്ല. Because there is no one who possesses the enough possessions in this earth like Job. കാരണം യോബിന്റെ സമ്പത്ത് അത്രയും വലുതായിരുന്നു. Because he had so much treasure. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നിങ്ങൾ നിത്യതയിലേക്ക് എത്തുവാൻ, നിങ്ങൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തി തരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. All the blessings that you're getting in this world, that's of this world, that's only the consolation prizes that you're getting for you to reach the eternal life. കാരണം അതുകൊണ്ടാണ് യോബിന് അത് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് എല്ലാം നശിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് യോബ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. This is something that Job already realized. That's why even though he lost everything, he did not stop praying. സാത്താൻ വീണ്ടും ദൈവസന്നിധിയിൽ ചെല്ലുകയാണ്. Satan is going again to the presence of the നിങ്ങൾ Lord. താഴ്മയോടെ ശ്രദ്ധിച്ച് കേൾക്കുക. Please do listen carefully. അപ്പൊ സാത്താൻ പറയുന്നു, നീ ത്വക്കിന് പകരം ത്വക്ക്, ഹല്ലേലൂയ, മനുഷ്യൻ, ഹല്ലേലൂയ, സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യനുള്ളത് ഒക്കെയും അവന് ജീവന് പകരം കൊടുത്തു കളയണം. ജോബ് 2:4 ഞാൻ വായിച്ചത്. ജോബ് 2:4. We can see in Job chapter 2 verses 4 that വായിച്ചു. Skin for skin, Satan replied, a man will give all he has for his own life. അവിടെ എഴുതിയിരിക്കുന്നത്, We can read here that നിന്റെ കൈ നീട്ടി നീ അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. But now stretch out your hand and strike his flesh and bones, and he will surely curse you to your face. ആദ്യത്തെ അവകാശവാദം അവനുള്ളതൊക്കെ ഏതാ? നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആട്, കഴുത, ഇതൊക്കെ നശിപ്പിച്ചാൽ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. The first thing that Satan asked was that touch his possessions, all his flocks and all his possessions in this earth, then he is going to curse to your face. അതെല്ലാം ദൈവം അവന് സാത്താൻ അനുവാദം കൊടുത്തു. God gave permission to Satan to take everything away. നിങ്ങൾ നോക്ക്, യോബിന് 1% പോലും ദൈവസന്നിധിയിൽ ഒരു ചലനം സംഭവിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. We can see in the Bible that he did not move despite everything being lost. നിങ്ങൾ വീട്ടിൽ പോയി മനസ്സിരുത്തി യോബിന്റെ 1-2 ലേഖനങ്ങളൊക്കെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, ഇതിൽ ഒന്നിലും യോബ് ദൈവത്തിന് കുറ്റം ആരോപിച്ചില്ല. We can see when we clearly see in Job chapter 1 and 2, we can see that when all these things happened, he never cursed God. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? Shall we praise God? അപ്പം സാത്താൻ രണ്ടാമത്തെ വാദവുമായിട്ട് വന്നിരിക്കുകയാണ്,
ഇപ്പൊ ആരെ തൊടണം? അവന്റെ ത്വക്കിനെ തൊടണം. So he came again to the presence of the Lord asking permission to touch his skin and flesh and bones. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. A man will give all he has for his own life. നീ നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. Now stretch out your hand and strike his flesh and bones, and he will surely curse you to your face. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന നിങ്ങൾ വായിക്കണം. We should read Job chapter 2 verses 6. യഹോവ സാത്താനോട്, Lord said to Satan, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, very well then, he is in your hands, അവന്റെ പ്രാണനെ നീ തൊടരുത്. but you must spare his life. സങ്കീർത്തനത്തിൽ ഒരു അഭിഷക്തൻ എഴുതി വെക്കുക, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ ഇന്നു മുതൽ യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. The psalmist says that as the mountains are surrounding the Israel, the Lord forever and now and forever is surrounding his people. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുക, ദുഷ്ടങ്കയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ഹല്ലേലൂയ ദുഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. Jesus is teaching his disciples that lead them not into temptations and deliver them from the hands of the evil. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുഷ്ടങ്കയിൽ ഞങ്ങളെ വിടുവിക്കണമേ. Jesus is teaching them to pray that they may be protected from the evil. ഈ ഭാഗം എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. We can understand one thing from all this. ദൈവം വേലി പൊളിക്കാതെ ഒരു ഇരുളിന്റെ ശക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. Unless God opens the hedge around you, the devil cannot reach you. കരങ്ങളെടുത്ത് സൂചിച്ചേ. Shall we praise the Lord? ദൈവം അനുവദിക്കാതെ ഒരു ഇരുളിന്റെ ശക്തിയും നിന്റെ ഒരു തന്മയും തൊടത്തില്ല. Without God's permission, none of the evil works can touch your blessings. നിന്റെ ഭാര്യയെ അവന് തൊടാൻ പറ്റത്തില്ല. The devil cannot touch your wife. നിന്റെ ഭർത്താവിനെ അവന് തൊടാൻ പറ്റത്തില്ല. Devil cannot touch your husband. നിന്റെ കുഞ്ഞുങ്ങളെ അവന് തൊടാൻ പറ്റത്തില്ല. Devil cannot touch your kids. നിന്റെ കുടുംബ ജീവിതത്തെ അവന് തൊടാൻ പറ്റത്തില്ല. Devil cannot touch your നിന്റെ family life. വിദ്യാഭ്യാസത്തെ അവന് തൊടാൻ പറ്റത്തില്ല. He cannot touch your education. നിന്റെ ജോലി അവന് തൊടാൻ പറ്റത്തില്ല. He cannot touch your job. കാരണം പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ Because as the mountains surround Israel, യഹോവ ഇന്നു മുതൽ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. God is surrounding his people ഇതിന്റെ now and മുമ്പിൽ നിങ്ങൾ forever. കരങ്ങൾ അടിച്ച് സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ. Shall we clap our hands and praise the Lord? റാബാന ധുരഗന റിഗല ദരഗന ശാബൽ പ്രഭുദന റീഖന ദരഗന റിബല ദരഗന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയദൃഷ്ടികൾ തുറന്ന് ദൈവത്തിന്റെ നന്മകളെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ബുദ്ധി ഉപദേശിക്കുക. The Holy Spirit is telling us to open the eyes of our heart and get what the God has promised us. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. We can understand one thing from this. ദൈവം വേലി പൊളിച്ചു എന്നുള്ളത് ഒരു കാര്യം മനസ്സിലായി. God opened the hedge for Job. ദൈവം വേലി പൊളിക്കാതെ സാത്താന് അവന്റെ ഒന്നിനെ തൊടാൻ പറ്റത്തില്ല. Without God's permission, Satan could not touch anything that belonged to Job. പക്ഷേ നമ്മൾ അവന്റെ ആത്മീയ മർമ്മത്തിലേക്ക് പ്രവേശിക്കുക. But when we enter into the spiritual realm of ഇവിടെ this, ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ദൈവം അത് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. we pray that all the kids and the parents will be guided with ഈ these 6-ാം വാക്യം verses. നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. We should meditate on this verse 6. യഹോവ സാത്താനോട്, The Lord said to Satan, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, very well then, he is in your hands. അവന്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. You must spare his life. ദൈവം വേലി പൊളിച്ചെന്ന് ആ വേദപുസ്തകം പറയുന്നില്ല. It does not say that he opened the hedge. നിങ്ങൾ ഒരിക്കലും എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല ദൈവം വേലി പൊളിച്ചെന്ന്. I can never preach that God broke the hedge. ദൈവം ഓരോ പ്രാവശ്യം ആ വേലി പൊളിക്കുമ്പോഴും യോബിന്റെ പ്രാണന് ചുറ്റും അവൻ ഒരു വേലി കെട്ടി. Even when all those hedges were removed, but there was a hedge around his life. ദുഷ്ടൻ നിന്റെ മുൻപിലുള്ളത് സകലം തകർത്ത് കളയുമ്പോഴും When the devil destroys everything in front of you, നിന്റെ പ്രാണന് ചുറ്റും അവൻ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. God has kept a hedge കരങ്ങളടിച്ച് around your life. കരങ്ങളടിച്ച് തലമുറയെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് നീ ആലയത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. God is trying to equip you to pray for your kids and get them back in spiritually. യഹോവ ഓരോ പ്രാവശ്യവും വേലി പൊളിക്കുമ്പോഴും Whenever God opened the hedge, യോബിന്റെ പ്രാണന് ചുറ്റും
ആ വേലി സ്ട്രോങ് ആയിക്കൊണ്ടേയിരുന്നു. The hedge that was surrounding his life was getting stronger and stronger. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ, When you look into your circumstances, ചില സഹോദരിമാരോട്, ചില സഹോദരന്മാർ, ചില മാതാപിതാക്കളോട്, dear brothers, sisters and parents, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ കരഞ്ഞെങ്കിൽ മാത്രമേ അവൻ നാളെ ഈ പുൽപിറ്റിൽ നിൽക്കത്തുള്ളൂ. if you cry for your kids today, then only he is going to stand in front of you in ഹല്ലേലൂയ. this നിങ്ങളുടെ pulpit. കുഞ്ഞുങ്ങളുടെ നന്മകൾ നിങ്ങൾ കാണണമെങ്കിൽ, If you want to see the blessings of your kids, നിങ്ങളുടെ ജോലിയിലെ നന്മ നിങ്ങൾ കാണണമെങ്കിൽ, if you want to see the blessings that God ഈ is going to ദേശത്ത് give you in ദൈവം your നിങ്ങൾ job, വെച്ചിരിക്കുന്ന നന്മകൾ if കാണണമെങ്കിൽ, you want to see the blessings in this nation, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുക. you need to bow down before the Lord. ഇവിടെ അഭിപ്രായങ്ങൾക്ക് ഒരു സംസാരങ്ങൾക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Your thoughts or your words cannot do anything here. ദൈവം സാത്താനോട് പറയുകയാണ്, God is telling Satan, അവന്റെ പ്രാണനെ തൊടരുത്. you must spare his life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കണ്ണുകളടക്കി പ്രാർത്ഥിക്കുക. Let's close our eyes and pray. നിന്റെ കുഞ്ഞിനെ തൊടരുതെന്ന് ദൈവം സാത്താനോട് പറഞ്ഞിട്ടുണ്ട്. God has told Satan not to touch your ആ kids. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കഴിവുള്ള ഒരു മാതാവ് പിതാവ് ഉണ്ടെങ്കിൽ നാളെ ആ കുഞ്ഞ് നിന്റെ കൂടെ ഇവിടെ വരും. If you can pray on this, your kids are going to stand in front of you. നീ ഇവിടെ ഇരുന്ന് നിന്റെ നാവിലാണ് ഈ അധികാരം ഇരിക്കുന്നത്. God has given the power in your tongue. പ്രിയമുള്ളവരെ, നിന്റെ കയ്യിൽ ഈ തീ ഇരിപ്പുണ്ട്. You have the candle in your hands. ഒരു അഭിഷക്തനും അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. If no matter whoever prays for it, God is not നിങ്ങൾ going to അതിന്റെ work. മുൻപിൽ മുട്ടുമടക്കാതെ ദൈവത്തിന്റെ ദൂതന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. Unless you come before the Lord, God will not work for you. നിന്റെ അവകാശത്തിന്റെ ശക്തി നിന്റെ നാവിന്മേലുണ്ട്. The blessings you have to get, that is in your tongue. അത് വാ തുറന്ന് പറയുന്ന ഒരു അഭിഷക്തൻ ഉണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ നോക്കുക. The Holy Spirit is looking if there is a blessed man who can get this. നിങ്ങളുടെ നാവിൽ നിന്ന് അത് പുറപ്പെടാതെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. Unless you proclaim it, God is not going to do anything. ഞാൻ ഇവിടെ തൊണ്ട കീറിയോണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. I can only tell you these things. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കഴിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. I can tell you the things that Holy Spirit has നിന്റെ enabled me കുഞ്ഞിന്റെ to. പേര് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ When you pray with your kid's name, ദൈവം പറയും, സജിയുടെ കുഞ്ഞിനെ തൊടരുത്. God will say, don't touch Saji's child. സാജന്റെ കുഞ്ഞിനെ തൊടരുത്. Don't touch Sergeant's child. ഹല്ലേലൂയ. ജേക്കബിന്റെ കുഞ്ഞിനെ തൊടരുത്. Don't touch Jacob's child. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അവകാശത്തിന്റെ മേൽ ദൈവം മുദ്രയിടുക. When you pray over your blessing, God is going to seal it. നിന്റെ അവകാശങ്ങൾ, ഈ ദേശത്ത് നീ പ്രാപിക്കേണ്ട നന്മകൾ, The promise that you are going to get in this nation. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. The Holy Spirit is encouraging you to get it back. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുക. We are giving these promises in Jesus' name. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ, As we sang, ഹല്ലേലൂയ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിടുന്നു. I am coming in front of you to do your ഞാൻ will. അവനുള്ള കയ്യിലിരിക്കിയാൽ I am in his hands. ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. There is no one who can do ഓ, evil for ഇന്ന് me. എനിക്ക് വന്നു നേരിടുന്നതെല്ലാം Everything I'm facing today, തന്റെ ഹിതമാണെന്ന് ഞാൻ അറിയുന്നു. I understand that it is your will. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? How many of you can pray? എന്റെ കുഞ്ഞിനെ തൊടരുതെന്ന് ദൈവം നിങ്ങളോട് പറയും. സാത്താനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. God has told the Satan not to touch your kids. നിന്റെ ജോലിയെ തൊടരുതെന്ന് ദൈവത്തിന് ഹല്ലേലൂയ സാത്താനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. God has warned Satan not to touch your job. ഹല്ലേലൂയ. കൊയർ ഈ പാട്ട് പാടാൻ വേണ്ടി തയ്യാറാക്കുക. Please to ഹല്ലേലൂയ. ഞാൻ അവനുള്ള കയ്യിലിരിക്കിയാൽ I am in his hands. ആരും എനിക്കില്ല ദോഷം ചെയ്യുവാൻ. There is no one who can do me any harm. കൊയർ തയ്യാറാകുമ്പോഴത്തേക്ക് അല്പസമയം വാ തുറന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. Shall we pray when the choir is getting ready? എന്റെ ഭവനത്തെ തൊടുവാൻ സാത്താന് കഴിയത്തില്ല. The devil cannot touch my family. ആ വേലി ഉറപ്പിക്കുന്ന ഹല്ലേലൂയ അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരിക. God has enabled the grace so that you can എല്ലാ equip yourself. മാതാപിതാക്കളും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Shall all the parents pray to God? എന്റെ നന്മയെ തൊടുവാൻ സാത്താനെ നിനക്ക് കഴിയത്തില്ല. To warn the devil that you cannot touch my blessings. നീ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, When you're praying in this church, നീ ആലയത്തിൽ ഇരുന്ന് കരയുമ്പോൾ, when you're crying in this church, ദൈവം സാത്താനോട് പറയും, നീ ആ കുടുംബത്തെ തൊടരുത്. God is going to tell Satan that you cannot touch that നീ family. അവന്റെ ജോലിയെ തൊടരുത്. You cannot touch their jobs. നീ നിന്റെ കുഞ്ഞുങ്ങളെ തൊടരുത്. You cannot touch their kids. അവന്റെ ജോലിയെ തൊടരുത്. You cannot touch their
their work. ഞാൻ അവനുള്ള കയ്യിലിരിക്കുകയാണ്. I am in the palm of God. ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. No one can do me any harm. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു, സംഗീതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു, സംഗീതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എൻ ദൈവമേ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമല്ല നിർണയമവന് നീ അറിയുന്നു. എൻ തലയിലെ മൂടികളുമല്ല നിർണയമവന് നീ അറിയുന്നു. ഒന്നതിൽ നിലച്ചു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലച്ചു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ, ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള സംഗീതമെന്തെന്നു ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള സംഗീതമെന്തെന്നു ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിത്യമാണെനിക്ക് ലോകലാവണ്യം, നിത്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താരനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താരനിഷ്ടമെങ്കിൽ
ഞാനിന്നു മോദമായ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അതേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അതേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും 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 വേണ്ട പ്രിയനേ, അതേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായി എന്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായി ഒന്നും വേണ്ട പ്രിയനേ, അതേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അതേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അതേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മൾ പാടിയതുപോലെ ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുവാൻ ഈ വചനത്തിന് മുൻപിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബിനോട് ഹല്ലേലൂയ അവൻ്റെ പ്രാണന് ചുറ്റും വേലി കെട്ടി സാത്താനോട് ദൈവം പറഞ്ഞു, നീ അവൻ്റെ പ്രാണനെ തൊടരുത്. ഇന്ന് ഈ ബാസലിനുള്ള ദൈവജനത്തെ തൊടുവാൻ ഒരു ഇരുളിൻ്റെ ശക്തിക്കും കഴിയത്തില്ലെന്ന് ഞങ്ങളിവിടെ വിളിച്ചു പറയുമ്പോൾ, ഈ ദേശത്തെ തൊടുവാൻ ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് ഇരുളിൻ്റെ കോട്ടകളെ തകർക്കാൻ ഒരഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോബ് ആ ദേശത്ത് ദൈവത്തിൻ്റെ സാക്ഷിയായ പോലെ ഞങ്ങളെ നീ ഉപയോഗിക്കണമേ. ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നു. പിതാവേ, നിന്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് തുടർന്ന് തിരുമേശയിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് കേൾപ്പിച്ചതുപോലെ കാൽവറിയിൽ യേശു ക്രൂശിനെ ജയിച്ചു, ദുഷ്ടനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, ശാപത്തെ ജയിച്ചു. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ അവനെ ജയിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ കാൽവറി ക്രൂശിനോ നമുക്ക് അടുത്തു വരാം. ദുഷ്ടൻ നമ്മളെ പരീക്ഷിച്ചപ്പോൾ നമ്മൾ പരീക്ഷ ജയിക്കാൻ കാരണം നമ്മുടെ കഴിവല്ല, ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ആ രക്തം നമ്മളെ ജയിപ്പിച്ചു. അവന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ രക്തവും വെള്ളവുമാണ് നമ്മളെ ജയിപ്പിച്ചത്. അവന്റെ കുരിശാണ് നമ്മളെ ജയിപ്പിച്ചത്. അവൻ ചൂടിയ മുൾമുടിയാണ് നമ്മളെ ജയിപ്പിച്ചത്. ആ കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ അതിന്റെ മുൻപിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ മാത്രമേ ഇതിൽ കരം നീട്ടാവൂ എന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു ഗാനം ഇവിടെ കയറി പാടുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് പാടാം.